ഹായ്, എല്ലാവർക്കും ഡോക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് കേരള ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, 1721 ആറ്റിങ്ങൽ ലഹളയുടെ ചരിത്ര പ്രാധാന്യം എന്തായിരുന്നു? കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണെന്ത്? ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ 1721 ആറ്റിങ്ങൽ ലഹളയുടെ ചരിത്ര പ്രാധാന്യം എന്തായിരുന്നു? കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏതാണ്? അതാണ് നമ്മുടെ ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി കെ കേളപ്പനാണ്. അപ്പോൾ 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആരാണ്? അത് കെ കേളപ്പനാണ്. ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് AG വേലായുധൻ രക്തസാക്ഷിത്വം വരിച്ചത്? പാലിയം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് AG വേലായുധൻ രക്തസാക്ഷിത്വം വരിച്ചത്? പാലിയം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ളയാണ്. അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ളയാണ്. പറങ്കികൾ എന്നറിയപ്പെട്ട യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പറങ്കികൾ എന്നറിയപ്പെട്ട യൂറോപ്യൻ ശക്തി ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. സംസ്ഥാനത്തെ ഭരണഭാഷ മലയാളമാക്കുന്നതുമായി ബന്ധപ്പെട്ട് 1957 നിയമിക്കപ്പെട്ട സർക്കാർ സമിതിയുടെ അധ്യക്ഷൻ കോമാട്ടിൽ അച്യുതമേനോനാണ്. അപ്പോൾ സംസ്ഥാനത്തെ ഭരണഭാഷ മലയാളമാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 1957 ഓഗസ്റ്റിന് നിയമിക്കപ്പെട്ട സർക്കാർ സമിതിയുടെ അധ്യക്ഷനാരായിരുന്നു? കോമാട്ടിൽ അച്യുതമേനോനാണ്. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത പത്മ രാമചന്ദ്രനാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത ആരാണ്? പത്മ രാമചന്ദ്രനാണ്. തിരുവിതാംകൂർ ദിവാൻ്റെ ഔദ്യോഗിക വസതിയുടെ പേരെന്താണ്? ഭക്തിവിലാസമാണ്. അപ്പോൾ തിരുവിതാംകൂർ ദിവാൻ്റെ ഔദ്യോഗിക വസതിയുടെ പേരെന്തായിരുന്നു? ഭക്തിവിലാസം. നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രം ഉണ്ണി നമ്പൂതിരിയാണ്. അപ്പോൾ നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രം എന്തായിരുന്നു? ഉണ്ണി നമ്പൂതിരി. കേരളത്തിൽ പുകയില എത്തിച്ച യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാരാണ്. ഇപ്പോൾ കേരളത്തിൽ പുകയില എത്തിച്ച യൂറോപ്യൻ ശക്തിയാരാണ്? പോർച്ചുഗീസുകാരാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പോൾ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിയമനത്തിന് വഴിതെളിച്ച പ്രക്ഷോഭം അത് നിവർത്തന പ്രക്ഷോഭമാണ്. 1932 നിവർത്തന പ്രക്ഷോഭമാണ്. അപ്പോൾ തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിർമ്മാണത്തിന് വഴിതെളിച്ച പ്രക്ഷോഭം ഏതാണ്? അത് നിവർത്തന പ്രക്ഷോഭമാണ്. കേരളത്തിൽ പിൻകോഡ് സമ്പ്രദായം നിലവിൽ വന്നത് 1972. അപ്പോൾ കേരളത്തിൽ പിൻകോഡ് സമ്പ്രദായം നിലവിൽ വന്നത് എന്നാണ്? 1972. ഒരു മലയാളിയുടെ പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനത്തെ ആദ്യ സർവകലാശാല ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയാണ്. ഇപ്പോൾ ഒരു മലയാളിയുടെ പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനത്തെ ആദ്യ സർവകലാശാല ഏതാണ്? ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല. കേരളത്തിൻ്റെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി NES രാഘവാചാര്യ. കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? NES രാഘവാചാരി. കേരള നിയമസഭയിലേക്കുള്ള പ്രഥമ തിരഞ്ഞെടുപ്പ് നടന്നതെന്നാണ്? 1957. അപ്പോൾ കേരള നിയമസഭയിലേക്കുള്ള പ്രഥമ തിരഞ്ഞെടുപ്പ് നടന്നതെന്നാണ്? 1957. വൈക്കം സത്യാഗ്രഹ കാലത്ത് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച വ്യക്തി ഡോക്ടർ ME നായിഡുവാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹ കാലത്ത് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച ആരാണ്? ഡോക്ടർ ME നായിഡുവാണ്. ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന കൃതി രചിച്ച വ്യക്തി V നാഗമയ്യയാണ്. അപ്പോൾ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന കൃതി രചിച്ച ആരാണ്? V നാഗമയ്യയാണ്. കേരള മാർക്സ് എന്നറിയപ്പെടുന്ന വ്യക്തി K ദാമോദരനാണ്. അപ്പോൾ കേരള മാർക്സ് എന്നറിയപ്പെടുന്ന ആരാണ്? അത് K ദാമോദരനാണ്. മദ്രാസ് സ്റ്റാൻഡേർഡ്സ് എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന മലയാളി GP പിള്ളയാണ്. അപ്പോൾ മദ്രാസ് സ്റ്റാൻഡേർഡ്സ് എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന മലയാളി ആരാണ്? GP പിള്ളയാണ്. മലബാർ കലാപം നടന്ന വർഷം 1921. എല്ലാവർക്കും അറിയാം മലബാർ കലാപം നടന്നതെന്നാണ്? 1921. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണത്? അത് സർദാർ KM പണിക്കരാണ്. ഇപ്പോൾ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണ്? അത് സർദാർ KM പണിക്കരാണ്. സംസ്ഥാനത്തെ പ്രഥമ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷനാരായിരുന്നു?
EMS നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ 1957 ആദ്യത്തെ നമ്മുടെ പ്രഥമ ഭരണപരിഷ്കാര കമ്മീഷൻ വന്നത്. അപ്പോൾ അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു EMS നമ്പൂതിരിപ്പാടാണ്. ഏത് വർഷമാണ് അക്കമ്മ ചെറിയാൻ തമ്പാനൂരിൽ നിന്ന് കവടിയാറിലേക്ക് രാജധാനി മാർച്ച് നയിച്ചത്? 1938. അപ്പോൾ ഏത് വർഷമാണ് അക്കമ്മ ചെറിയാൻ തമ്പാനൂരിൽ നിന്ന് കവടിയാറിലേക്ക് രാജധാനി മാർച്ച് നയിച്ചത്? 1938. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ഏതു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് മന്നത്ത് പത്മനാഭൻ ജീവശിഖായാത്ര നയിച്ചത്? വിമോചന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് മന്നത്ത് പത്മനാഭൻ ജീവശിഖായാത്ര നയിച്ചത്? വിമോചന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ ആരാണ്? അത് ഡിലനോയാണ്. ഉദയഗിരിക്കോട്ടയിലാണ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ബോഡി അവിടെയാണ് ഉള്ളത്. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട വ്യക്തി ആരാണ്? അത് ഡിലനോയാണ്. വലിയ ദിവാഞ്ചി എന്നറിയപ്പെട്ട വ്യക്തി രാജാ കേശവദാസാണ്. വലിയ ദിവാഞ്ചി എന്നറിയപ്പെട്ട വ്യക്തി ആരാണ്? രാജാ കേശവദാസനാണ്. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പനമരത്തിലാണ്. അപ്പോൾ തലക്കൽ ചന്തു സ്മാരകം എവിടെയാണ്? വയനാട് ജില്ലയിലെ പനമരത്താണ്. ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി VK കൃഷ്ണമേനോനാണ്. അപ്പോൾ ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിട്ട് നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? VK കൃഷ്ണമേനോനാണ്. വിശ്രുത ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ ജന്മസ്ഥലം എല്ലാവർക്കും അറിയാം, അത് കിളിമാനൂരിലാണ്. അപ്പോൾ വിശ്രുത ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ ജന്മസ്ഥലം എവിടെയാണ്? അത് കിളിമാനൂരിലാണ്. കേരളത്തിലെ ആദ്യ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി പട്ടം താണുപിള്ളയാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ ആരാണ്? പട്ടം താണുപിള്ളയാണ്. AK ഗോപാലൻ വോളണ്ടിയർ ക്യാപ്റ്റനായി പ്രവർത്തിച്ച സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹമാണ്. അപ്പോൾ AK ഗോപാലൻ വോളണ്ടിയറായിട്ട് പ്രവർത്തിച്ച സത്യാഗ്രഹം ഏതാണ്? അത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട വാഗൺ ട്രാജഡിക്ക് കാരണമായ തീവണ്ടി പുറപ്പെട്ടത് ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്? അത് തിരൂറിൽ നിന്നുമാണ്. അപ്പോൾ നമ്മുടെ മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട വാഗൺ ട്രാജഡിക്ക് കാരണമായ തീവണ്ടി എവിടെ നിന്നാണ് പുറപ്പെട്ടത്? അത് നമ്മുടെ തിരൂറിൽ നിന്നാണ് പുറപ്പെട്ടത്. 1956 കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ നിലവിലില്ലാത്തതുമായ ജില്ല അത് മലബാറാണ്. അപ്പോൾ 1956 കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ നിലവിലില്ലാത്തതുമായ ജില്ല ഏതാണ്? അത് മലബാറാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ആദ്യ മലയാള കവി കുമാരനാശാനാണ്. അപ്പോൾ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ആദ്യ മലയാള കവി ആരാണ്? കുമാരനാശാനാണ്. രാജ്യസഭയുടെ അധ്യക്ഷനായ ഏക മലയാളി KR നാരായണനാണ്. അപ്പോൾ രാജ്യസഭയുടെ അധ്യക്ഷനായ ഏക മലയാളി ആരാണ്? KR നാരായണനാണ്. കേരളത്തിൻ്റെ പ്രഥമ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഏറ്റവും ഒടുവിൽ അന്തരിച്ച വ്യക്തി KR ഗൗരിയമ്മയാണ്. അപ്പോൾ കേരളത്തിൻ്റെ പ്രഥമ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഏറ്റവും ഒടുവിൽ അന്തരിച്ച വ്യക്തി ആരാണ്? KR ഗൗരിയമ്മയാണ്. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടുമ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു? EK നയനാറാണ്. അപ്പോൾ കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടുമ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു? EK നയനാറാണ്. 1946 തോൽവിറക് സമരം നടന്ന എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ ചീമേനി എസ്റ്റേറ്റിലാണ്. അപ്പോൾ 1946 തോൽവിറക് സമരം നടന്ന എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ ചീമേനി എസ്റ്റേറ്റിലാണ്. 1916 മലബാറിൽ രൂപം കൊണ്ട ഹോം റൂൾ ലീഗിൻ്റെ പ്രസിഡന്റ് മഞ്ചേരി രാമയ്യറാണ്. അപ്പോൾ 1916 മലബാറിൽ രൂപം കൊണ്ട ഹോം റൂൾ ലീഗിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? മഞ്ചേരി രാമയ്യറാണ്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ KPCC പ്രസിഡന്റ് കേളപ്പനാണ്. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ KPCC പ്രസിഡന്റ് ആരായിരുന്നു? കേളപ്പനാണ്. വയലാർ സ്റ്റാലിൻ ആരാണ്? CK കുമാരപ്പണിക്കറാണ്. അപ്പോൾ വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ട വ്യക്തി ആരാണ്? CK കുമാരപ്പണിക്കറാണ്. പിൽക്കാലത്ത് ന്യായാധിപൻ എന്ന നിലയിൽ ശ്രദ്ധേയനായ പ്രഥമ കേരള മന്ത്രിസഭാംഗം VR കൃഷ്ണയ്യറാണ്. അപ്പോൾ പിൽക്കാലത്ത് ന്യായാധിപൻ എന്ന നിലയിൽ ശ്രദ്ധേയനായ പ്രഥമ കേരള മന്ത്രിസഭാംഗമാരാണ്? VR കൃഷ്ണയ്യറാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 2 മന്ത്രിമാർ തമ്മിലുള്ള വിവാഹം നടന്നത് കേരളത്തിലാണ്. ആരൊക്കെയാണത്? TV തോമസും KR ഗൗരിയമ്മയുമാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരാണ്? TV തോമസും KR ഗൗരിയമ്മയും. രാഷ്ട്രപതി 1ാം കേരള മന്ത്രിസഭ പിരിച്ചുവിട്ടതെന്നാണ്? 1959 ജൂലൈ 31-നാണ്. ഇപ്പോൾ രാഷ്ട്രപതി 1ാം കേരള മന്ത്രിസഭ എന്നാണ് പിരിച്ചുവിട്ടത്? 1959 ജൂലൈ 31-നാണ്. ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങൾ നേരിട്ട കേരള മുഖ്യമന്ത്രി
കെ കരുണാകരനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങൾ നേരിട്ട കേരള മുഖ്യമന്ത്രി ആരാണ്? കെ കരുണാകരനാണ്. 2 പ്രാവശ്യം കേരള മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി EMS നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ 2 പ്രാവശ്യം കേരള മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. രാജ്ഭവന് പുറത്തു വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. അപ്പോൾ രാജ്ഭവന് പുറത്തു വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ മുഖ്യമന്ത്രി ആരാണ്? VS അച്യുതാനന്ദനാണ്. അവിശ്വാസ പ്രമേയത്തിലൂടെ പദവി നഷ്ടപ്പെട്ട ഏക കേരള മുഖ്യമന്ത്രി R ശങ്കറാണ്. അപ്പോൾ അവിശ്വാസ പ്രമേയത്തിലൂടെ ആ ഒരു പദവി നഷ്ടപ്പെട്ട കേരള മുഖ്യമന്ത്രി ആരാണ്? R ശങ്കറാണ്. ഇന്ത്യയിലെ എത്രാമത്തെ സർവകലാശാലയാണ് 1937 സ്ഥാപിതമായ തിരുവിതാംകൂർ സർവകലാശാല? 16ാമത്തെ സർവകലാശാലയാണ്. അപ്പോൾ ഇന്ത്യയിലെ എത്രാമത്തെ സർവകലാശാലയാണ് 1937 സ്ഥാപിതമായ തിരുവിതാംകൂർ സർവകലാശാല? അത് 16ാമത്തെ സർവകലാശാലയാണ്. 1930 പയ്യന്നൂരിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ബെല്ലാരി ജയിലിൽ അടയ്ക്കപ്പെട്ട് 43 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി PC കുഞ്ഞിരാമൻ അടിയോടിയാണ്. അപ്പോൾ 1930 പയ്യന്നൂരിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ബെല്ലാരി ജയിലിൽ തടവിൽ കഴിയവേ 43 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? PC കുഞ്ഞിരാമൻ അടിയോടിയാണ്. കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളിൽ ദിവാനായി പ്രവർത്തിച്ച വ്യക്തി P രാജഗോപാലാചാരിയാണ്. അപ്പോൾ കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളിൽ ദിവാനായി പ്രവർത്തിച്ച വ്യക്തി ആരാണ്? P രാജഗോപാലാചാരിയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു കേരള ചരിത്രം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്.